ഹലോ എവറി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന സീൽഡ് കീവേഡിനെ കുറിച്ചാണ്. എന്താണ് ഈ സീൽഡ് എന്ന് പറഞ്ഞ കീവേഡ്, എന്തിനാണത് യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണത് യൂസ് ചെയ്യുന്നത്, അങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്, എക്സാമ്പിൾസൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ സീൽഡ് എന്ന് പറഞ്ഞ കീവേഡ് അല്ലെങ്കിൽ സീൽഡ് എന്ന് പറഞ്ഞ കീവേഡ് ആക്ച്വലി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണ്? അപ്പോൾ നമുക്ക് ആ പേരിൽ തന്നെ നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് കൊടുക്കാനായിരിക്കും നമ്മൾ പൊതുവേ അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ മെത്തേഡിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ പലപ്പോഴും പോളിമോർഫിസമൊക്കെ പറഞ്ഞപ്പോൾ മെത്തേഡ് ഓവർ റൈഡ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ക്ലാസ്സിൻ്റെ കേസ് ഡിസ്കസ് ചെയ്തപ്പോൾ ക്ലാസ്സുകൾ ഇൻഹെറിറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് തന്നെ ഇതിൻ്റെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ വീഡിയോസൊക്കെ പോയിട്ട് വാച്ച് ചെയ്യാം. അപ്പോൾ ക്ലാസ്സിൻ്റെ കേസിൽ ഇൻഹെറിറ്റ് ചെയ്യാമെന്നും അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യാമെന്നും മെത്തേഡിൻ്റെ കേസിൽ നമുക്ക് ഓവർ റൈഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ഈസിലി ആക്സസബിൾ ആണ്, ഈ പറഞ്ഞ ക്ലാസ് മെത്തേഡ് എന്നുള്ളതൊക്കെ. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു ക്ലാസ്സിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും, അതിന്ന് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. വേണമെങ്കിൽ നമുക്കൊരു മെത്തേഡിന് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഇന്ന മെത്തേഡിൽ നിന്ന് ഓവർ റൈഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ റെസ്ട്രിക്ഷൻസ് കൊടുക്കുക? ഈ കീവേഡ് യൂസ് ചെയ്തിട്ടാണ്. സീൽഡ് കീവേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ക്ലാസ്സിനെയും മെത്തേഡിനൊക്കെ നമ്മൾ റെസ്ട്രിക്ഷൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു ക്ലാസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനെ സീൽഡ് ആക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുനിന്ന് ഡിറൈവ് ചെയ്യാൻ കഴിയില്ല, അതായത് ഇൻഹെറിറ്റൻസ് അവിടെ പോസിബിൾ അല്ല. നമ്മളൊരു മെത്തേഡിന് ഇങ്ങനെ സീൽ ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ സ്ട്രക്റ്റിൻ്റെ കേസ് വരുമ്പോൾ അത് ഇംപ്ലിസിറ്റ്ലി സീൽഡ് ആണ്, അപ്പോൾ നമുക്ക് ഓൾറെഡി അത് വെച്ചിട്ട് ഇൻഹെറിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ക്ലാസ്സിൻ്റെ മെത്തേഡിൻ്റെ കേസിൽ അങ്ങനെയല്ല, അത് നമുക്ക് ഇൻഹെറിറ്റൻസ് പോസിബിളാണ്, ഡിറൈവ് ചെയ്യുന്നത് പോസിബിളാണ്, മെത്തേഡ് വരുമ്പോൾ ഓവർ റൈഡ് ചെയ്യുന്നത് പോസിബിളാണ്. അപ്പോൾ റെസ്ട്രിക്ഷൻസ് വെക്കണമെങ്കിൽ നമ്മൾ സീൽഡ് എന്ന് പറഞ്ഞ കീവേഡ് വെച്ചുകൊണ്ട് തന്നെ റെസ്ട്രിക്ഷൻസ് വെക്കണം. പക്ഷേ ലോക്കൽ വേരിയബിൾസിനകത്ത് ഈ റെസ്ട്രിക്ഷൻസ് പോസിബിൾ അല്ല കേട്ടോ, അതായത് സീൽഡ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് പോസിബിൾ അല്ല. മെത്തേഡിനകത്തും ക്ലാസ്സിനകത്തൊക്കെയാണ് പോസിബിലിറ്റീസ് ഉള്ളത്. ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ എന്താണ് നടക്കുന്നത്, ആദ്യം നമുക്ക് ക്ലാസ് ഒന്ന് സീൽ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ആനിമൽ എന്ന് പറഞ്ഞ ക്ലാസ് സീൽഡ് ആക്കാൻ പോവുകയാണ്. ആദ്യം യൂസിങ് സിസ്റ്റം കൊടുത്തു, സീൽഡ് പബ്ലിക് ക്ലാസ് ആനിമൽ. അപ്പോൾ ആനിമൽ എന്ന് പറഞ്ഞ ക്ലാസ് സീൽഡ് ചെയ്തു. അപ്പോൾ പിന്നെ നമ്മൾ ഇനി അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല അതിനകത്തുനിന്ന് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ആ ആനിമൽ എന്ന ക്ലാസ്സിനകത്ത് നമ്മൾ ഈറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് കൊടുത്തു, അതിനകത്ത് ഈറ്റിംഗ് എന്ന് പ്രിൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഡിറൈവ് ചെയ്ത് കൊടുത്ത് നോക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, പബ്ലിക് ക്ലാസ് ഡോഗ് ആനിമൽ. അപ്പോൾ ഡോഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് ഡിറൈവ് ചെയ്ത് കൊടുത്ത് നോക്കുകയാണ്, സക്സസ് ആവുമോ ഇല്ലയോ എന്ന് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുമ്പോഴാണ് മനസ്സിലാവുക. ഈ ഡോഗ് എന്ന് പറഞ്ഞ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് നമ്മൾ കൊടുക്കുന്ന മെത്തേഡാണ് ബാർക്ക്. എന്നിട്ട് ജസ്റ്റ് ബാർക്കിംഗ് എന്ന് പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തു. പിന്നെ നമ്മൾ ടെസ്റ്റ് സീൽഡ് കൊടുത്തു, അതിനകത്ത് മെയിൻ മെത്തേഡ് കൊടുത്തു, ഡോഗ് ഡി ഈക്വൽ ടു ന്യൂ ഡോഗ് എന്നൊക്കെ പറഞ്ഞ ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഇനി നമുക്കൊന്ന് ഇൻവോക്ക് ചെയ്ത് നോക്കാം, ഡി ഡോട്ട് ഈറ്റ്, ഡി ഡോട്ട് ബാർക്ക്. അതായത് രണ്ട് മെത്തേഡിനെയും ഒന്ന് നമ്മൾ എന്ത് ചെയ്ത് നോക്കുകയാണ്, ഇൻവോക്ക് ചെയ്ത് നോക്കുകയാണ്, നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പൊതുവേ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ സക്സസ് ആവാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് സീൽഡ് കീവേഡാണ്. അതായത് ആനിമൽ എന്ന ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ അത് സീൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് പോസിബിൾ അല്ല. അതായത് ഡോഗ് എന്ന് പറഞ്ഞ് ഒരു സബ് ക്ലാസ്സിനെ അല്ലെങ്കിൽ ഒരു ഡിറൈവ്ഡ് ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അത് യൂസ് ചെയ്ത് മെത്തേഡ് കോൾ ചെയ്യുക എന്ന് പറഞ്ഞാലും പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ കമ്പൈൽ ചെയ്തപ്പോൾ തന്നെ എറർ വന്നു, കമ്പൈൽ ടൈം എറർ, ഡോഗ് കനോട്ട് ഡിറൈവ്ഡ് ഫ്രം സീൽഡ് ടൈപ്പ് ആനിമൽ. അപ്പോൾ എന്താണ്, ഒരിക്കലും സീൽഡ് ടൈപ്പിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള മെസ്സേജ് നമുക്ക് വന്നു. അപ്പോൾ ഒന്നെങ്കിൽ സീൽഡ് ഒഴിവാക്കുക, അല്ലെങ്കിൽ സീൽഡ് ടൈപ്പിന് നമ്മളത് ഇൻഹെറിറ്റ് ചെയ്യാതിരിക്കുക. അടുത്ത എക്സാമ്പിൾ വരുന്നത് ഓവർ റൈഡിൻ്റെ കേസാണ്. അതായത് മെത്തേഡിൻ്റെ കേസിൽ നമ്മളിങ്ങനെ സീൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മൾ യൂസിങ് സിസ്റ്റം കൊടുത്തു, പിന്നെ ആനിമൽ എന്ന ക്ലാസ് കൊടുത്തു. അവിടെ നമ്മൾ ആനിമൽ എന്ന ക്ലാസ്സിന് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ സീൽ ചെയ്യുന്നില്ല, അപ്പോൾ ഓക്കെ ആവും. പിന്നെ നമ്മളൊരു മെത്തേഡ് കൊടുത്തു, ഈറ്റിംഗ് എന്നാണ് അതിൽ ടൈപ്പ് ചെയ്യുന്നത്. പിന്നെ റണ്ണ് കൊടുത്തു, അതിനകത്ത് റണ്ണിങ് ആണ് ടൈപ്പ് ചെയ്യേണ്ടത്. രണ്ട് വേർച്വലാണ്, ബിക്കോസ് നമ്മൾ മെത്തേഡ് ഓവർ റൈഡിങ് ആണ് ഇവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ അതിനെ ഡിറൈവ് ചെയ്തു, ഡോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ്സിനെ ഡിറൈവ് ചെയ്തു ആനിമലിന്. എന്നിട്ട് എന്താണ് അതിനകത്ത് ഓവർ റൈഡ് ചെയ്യുന്ന മെത്തേഡ് കൊടുക്കുകയാണ്, ഈറ്റിംഗ് ബ്രെഡ്. പിന്നെ റണ്ണ് എന്നൊരു ഓവർ റൈഡിങ് മെത്തേഡ് കൊടുത്തു, റണ്ണിങ് വെരി ഫാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്.
പിന്നെ അതിൻ്റെ ബാക്കിയുണ്ട്. ഇനി നമ്മൾ ഇനിയും അതിനകത്ത് നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് അടുത്ത മെത്തേഡ് കൊടുക്കുകയാണ്. എന്താണ്? ബേബി ഡോഗ്. പബ്ലിക് ക്ലാസ് ബേബി ഡോഗ്, അത് ഡോഗിൻ്റെ സബ്ബാണ്. അതിനകത്ത് ഈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് കൊടുത്തു, ഈറ്റിംഗ് ബിസ്ക്കറ്റ്. പിന്നെ റണ്ണ് എന്ന മെത്തേഡ് കൊടുത്തു, റണ്ണിങ് സ്ലോലി. അതൊക്കെ ഓവർ റൈഡിങ് മെത്തേഡ്സാണ് കേട്ടോ. പിന്നെ നമ്മൾ ക്ലാസ് ടെസ്റ്റ് ചെയ്യാണ്. മെയിൻ മെത്തേഡ് കൊടുത്തു, അതിനകത്ത് ബേബി ഡോഗ് ഡി ഈക്വൽ ടു ന്യൂ ബേബി ഡോഗ്. അപ്പോൾ നമ്മളിതിനകത്ത് ഏറ്റവും സബ്ബായിട്ടുള്ള ക്ലാസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്തത്. ഡി ഡോട്ട് ഈറ്റ്, ഡി ഡോട്ട് റൺ എന്നൊക്കെ പറഞ്ഞ എല്ലാ മെത്തേഡ്സും ഇൻവോക്ക് ചെയ്തു. അപ്പോൾ ഇത് സക്സസ് ആവോ, അത് കമ്പൈൽ ടൈമിൽ എറർ വരുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതാണ് നമുക്ക് വരുന്ന റിസൾട്ട്. ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്, അല്ലാതെ നമ്മൾ പറഞ്ഞ ടൈപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. മിനിറ്റ്. എന്താ മെസ്സേജ് വന്നത്? കമ്പൈൽ ടൈം എറർ. നേരത്തെ വന്ന പോലെ തന്നെ എറർ വന്നു. ബേബി ഡോഗ് റൺ കനോട്ട് ഓവർ റൈഡ് ഇൻഹെറിറ്റഡ് മെമ്പർ. ആ റൺ എന്ന മെത്തേഡിന് ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. ബേബി ഡോഗ് റണ്ണിന് ഒരിക്കലും ഡോഗ് റണ്ണിനെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ല ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? അത് സീൽഡാണ്. അപ്പോൾ നമുക്ക് നോക്കാം എവിടെയാണ് സീൽ ചെയ്തിട്ടുള്ളത്. ബേബി ഡോഗിനകത്ത് സീലിംഗ് ഒന്നുമില്ല, ഇവിടെയാണ് സീലിംഗ് ചെയ്തത്. ഡോഗ് എന്ന് പറഞ്ഞെടുത്ത് യെസ് വെരി യു ക്യാൻ സി പബ്ലിക് ക്ലാസ് ഡോഗ് ആനിമൽ. അതിനകത്ത് ഈറ്റിൻ്റെ കേസിൽ കുഴപ്പമില്ല, പബ്ലിക് ഓവർ റൈഡ് വോയിഡ് ഈറ്റ് എന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ റണ്ണിൻ്റെ കേസിലുണ്ട് പബ്ലിക് സീൽഡ് ഓവർ റൈഡ് വോയിഡ് റണ്ണ്. അതിനകത്ത് സീൽഡാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ബേബി ഡോഗിൻ്റെ റണ്ണ് യൂസ് ചെയ്തുകൊണ്ട് ഓവർ റൈഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. അതാണ് ഇവിടെ മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ സീൽഡ് ഒഴിവാക്കണം, അല്ലെങ്കിൽ സീൽ ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഓവർ റൈഡ് ചെയ്യാൻ പാടുള്ളതല്ല. പിന്നെ അടുത്തതോ, ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാനുള്ളത് നമ്മുടെ ലോക്കൽ വേരിയബിൾസിൻ്റെ കേസാണ്. അതായത് ലോക്കൽ വേരിയബിൾസിന് ഒരിക്കലും നമ്മൾ ഇത്തരം സീൽഡ് ചെയ്യാൻ പാടില്ല, കാരണം അത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മളൊരിക്കലും ഇങ്ങനെ യൂസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മെസ്സേജ് വരും. യൂസിങ് സിസ്റ്റം പബ്ലിക് ക്ലാസ് ടെസ്റ്റ് സീൽഡാണ് ക്ലാസ്സൊക്കെ കൊടുത്തു. മെയിൻ മെത്തേഡിനകത്ത് സീൽഡ് ഇൻറ്റ് എക്സ് 10 എക്സ് പ്ലസ് പ്ലസ് കൺസോൾ റൈറ്റ് ലൈൻ എക്സ്. ഇവിടെ നമ്മൾ ഇൻറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ലോക്കൽ വേരിയബിളിനെ സീൽ ചെയ്തു, പക്ഷേ ഇത് സക്സസ്ഫുൾ ആവില്ല. എന്തായാലും ഒരു എറർ മെസ്സേജാണ് വരിക. കണ്ടോ? കമ്പൈൽ ടൈം എറർ ഇൻവാലിഡ് എക്സ്പ്രഷൻ ടേം സീൽഡ്. ഇത് ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു മെസ്സേജ് വന്നു. അപ്പോൾ ഇത്രയാണ് സീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡിനെ കുറിച്ച് പറയാനുള്ളത്. അതായത് ക്ലാസ് മെത്തേഡൊക്കെ ഒരുപാട് ആക്സസിബിലിറ്റീസ് ഉള്ള ഐറ്റംസ് ആണ്. ക്ലാസ് ആകുമ്പോൾ ഇൻഹെറിറ്റൻസ് പോസിബിളാണ്, മെത്തേഡ് ആകുമ്പോൾ ഓവർ റൈഡിങ് ഒക്കെ പോസിബിളാണ്. അപ്പോൾ ചില ടൈമിൽ നമുക്ക് ഈ ക്ലാസ്സിനെയും മെത്തേഡിനെയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡാണ് ഈ സീൽഡ് എന്ന് പറഞ്ഞ കീവേഡ്. അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ലാസ്സിലും റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു, മെത്തേഡിലൊക്കെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. അപ്പോൾ എല്ലാവർക്കും കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു.